ഐ നോബഡി നിസാം ബഷീറിന്റെ മൂന്നാമത്തെ സിനിമ. സമീർ അബ്ദുൾ ആണ് റൈറ്ററായിട്ട് വരുന്നത്. ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. E4 കൂടെ ഉണ്ട്. പാർവതി തെരുവത്ത് പൃഥ്വിരാജിന്റെ നായികയായിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സിനിമയെ കുറിച്ച് പേഴ്സണലി ഭയങ്കര ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിസാം ബഷീർ ആയതുകൊണ്ട് തന്നെ കിട്ടിയോളാണ് എന്റെ മാലാഖയും അതുപോലെ റൊഷാക്കും മലയാള സിനിമയിൽ തന്നെ മികച്ച എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമകളുമായിരുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷയൊക്കെ വെച്ചാണ് ഇതിന് കയറിയത്. സിനിമ ട്രെയിലറിലും അതുപോലെ ടീസറിലൊക്കെ സൂചന നൽകുന്നത് പോലെ ഒരു ബാങ്ക് റോബറിയിലാണ് തുടങ്ങുന്നത്. അതിന്റെ ഒരു ബേസിക് പ്ലോട്ട് തന്നെ അതാണ്. ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ഒരു ട്രാവലാണ് സിനിമ. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന രാജീവൻ എന്ന നായക കഥാപാത്രം ഈ ഒരു ബാങ്ക് റോബറിയുമായിട്ട് കണക്ട് ആവുന്നതും തുടർന്ന് രാജീവന്റെ ലൈഫിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. സിനിമ ടെക്നിക്കലി നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പതിവ് പോലെ തന്നെ പുള്ളി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമ പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യ പകുതി വലിയ തരക്കേടില്ലാതെ പോയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് ആണ് സിനിമയെ ഒരുപാട് പുറകോട്ട് വലിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ 48 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ശരിക്കും ഈ സിനിമയ്ക്ക് അത്രയും ആവശ്യമില്ല എന്ന് തോന്നി. ഒരേ സിറ്റുവേഷൻസും ഒരേ കെയോസും ഒക്കെ വീണ്ടും വീണ്ടും വരുന്നത് സിനിമയിൽ വലിയ രീതിയിലുള്ള ഒരു കല്ലുകടിയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു ത്രില്ലർ സ്വഭാവം സിനിമയ്ക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടെങ്കിൽ പോലും സിനിമ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് വല്ലാതെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം തോന്നിയ ഒരു കാര്യം, ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിന് നല്ലൊരു കഥയുണ്ടാവണം. ആ കഥ പറയാനായിട്ട് മികച്ച ഒരു തിരക്കഥയും ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലാതെ വേറെ എന്ത് ഡിപ്പാർട്ട്മെന്റ് ഗംഭീരമായിട്ടും ഒരു കാര്യവുമില്ല. കാരണം നോബഡി അങ്ങനെയാണ്. നോബഡിയിൽ നല്ലൊരു കഥയില്ല, അതുപോലെ തന്നെ നല്ലൊരു തിരക്കഥയുമില്ല. എന്നാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഗംഭീരമാണ്. പെർഫോമൻസ് ആണെങ്കിലും പറഞ്ഞ പോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷെ സിനിമയ്ക്ക് ഒരുക്കിയ കഥയും അതുപോലെ തിരക്കഥയും അത്ര നന്നായിട്ടില്ല. നിസാം ബഷീറിന്റെ മുൻപത്തെ 2 സിനിമകളും ഗംഭീരമായ കഥയിലും തിരക്കഥയിലും ഒരുക്കിയതായിരുന്നു. അതിനാൽ തന്നെ ആ 2 സിനിമകളും ഗംഭീരവുമായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും കൊള്ളാം, എന്നാൽ കഥയും തിരക്കഥയും മോശമായി പോവുകയാണ്. പൃഥ്വിരാജും പാർവതി തെരുവത്തും അതുപോലെ സ്ക്രീനിലെത്തിയ മറ്റ് അഭിനേതാക്കളും ഒക്കെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്ക ഭാഗങ്ങളായിരുന്നു ഏറ്റവും ഗംഭീരം. എന്നാൽ അതിനുശേഷം സിനിമ പതിയെ പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഒരു ഗ്രിപ്പിംഗ് ത്രില്ലറായി മാറാൻ നോബഡിക്ക് എവിടെയും കഴിയുന്നില്ല. അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നതിലൊരു വലിയ കൺഫ്യൂഷൻ തന്നെ ഉണ്ടായെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫിലൊരു ത്രില്ലർ സ്വഭാവത്തിൽ മുന്നോട്ട് പോയ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നേരം കുറെ കൂടെ ഒരു സോഷ്യലി റെലവൻ്റ് ആയ സിനിമയായിട്ട് മാറാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ നറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ഭാഗത്ത് മീഡിയ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്താണ്, തെറ്റായി കൊടുക്കുന്ന വാർത്തകളിൽ ജനങ്ങൾ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഒരു അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഇടപെടലും ഒക്കെ കൂടെ കൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഏതായാലും മൊത്തത്തിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് നോബഡി തന്നിട്ടുള്ളത്. നിസാം ബഷീറിന്റെ മുൻപത്തെ 2 സിനിമകളുടെയും 7 അയലത്തുള്ള നിലവാരം നോബഡിക്കില്ല.